ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. ഏതൊരു കാര്യം എടുത്താലും അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും പഠിപ്പിച്ചു കൊടുക്കണ്ട. അവരതിൽ നിന്ന് എടുത്തിരിക്കും, അത് മനസ്സിലാക്കിയിരിക്കും, അതിനനുസരിച്ച് പ്രതികരിച്ചിരിക്കും, അതിനനുസരിച്ച് നീങ്ങിയിരിക്കും, അതിനനുസരിച്ച് നേടിയിരിക്കും. ഇതാണ് സത്യം. പക്ഷേ ആ പോരായ്മകൾ ഉള്ളപ്പോൾ തന്നെ അതിലുള്ള നേട്ടങ്ങൾ അതാർക്കും പെട്ടെന്നെടുക്കാൻ കഴിയില്ല. അതാണ് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഈശ്വരൻ അതിൻ്റെ നേട്ടങ്ങൾ മാത്രം എടുക്കും, പോരായ്മകളെ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ പോരായ്മകളെ മാറ്റാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസങ്ങളിൽ ഒന്ന്. മനുഷ്യൻ എത്ര മഹാഭാഗ്യം കിട്ടിയാലും അതിൻ്റെ അടുത്ത പോരായ്മകളെക്കുറിച്ച്, ഇല്ലായ്മകളെക്കുറിച്ചും അതിന് കിട്ടാത്തതിനെക്കുറിച്ചുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഇങ്ങനെ വിളമ്പി അവരുടെ ജീവിതം എത്രത്തോളം പാഴാക്കാമോ അത്രത്തോളം പാഴാക്കി അവർ മുന്നോട്ട് പോകും. യാതൊരു സംശയവും ഇല്ല, യാതൊരു പരാതി അവർക്ക് ഈ കാര്യത്തിലില്ല. അതേപക്ഷം നമ്മൾക്ക് കിട്ടിയ നേട്ടങ്ങൾ, നമ്മൾക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ, നമ്മൾക്ക് അനുഭവിക്കുന്ന ആ സന്തോഷം, സായുജ്യം, ഇതെല്ലാം ജനം പൂർണ്ണമായും മറന്നിട്ടാണ് മറ്റതിൻ്റെ പിന്നാലെ പായുന്നത്. 100% ആൾക്കാരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ഏകദേശം ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. തങ്ങൾക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം ഏറ്റവും വലുതാണെന്ന് ചിന്തിച്ച് തന്നിലുള്ള പോരായ്മകൾ മാറ്റി പോകുന്ന ഒരാളെ മാത്രമേ ഭഗവാൻ ഇഷ്ടപ്പെടാൻ കഴിയൂ. ഭഗവാൻ അതാണ്. എന്താണ് ഈശ്വരൻ? എന്താണ് ദൈവം? ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? ദൈവം എങ്ങനെയാണ് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ആരും മെനക്കെടാറേയില്ല. ആരെങ്കിലും അഥവാ മെനക്കെട്ടുപോയാൽ അവനായിരിക്കും ലോകത്തേക്കും വെച്ച് ഏറ്റവും വലിയ ഭ്രാന്തൻ. അതിനൊരു ഉത്തമ തെളിവാണ് നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ. നാണു എന്ന ആ വൻ ശക്തിയെ മനസ്സിലാക്കാൻ കഴിയാതെ, അപ്പോഴും മനസ്സിലാക്കാനുള്ള ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അത് വേറൊരു വലിയൊരു സത്യമാണ്. എപ്പോഴും അങ്ങനെയാണ്. 1000 പേരിലുണ്ടെങ്കിൽ 1000 പേര് ആൾക്കാർ അതിൽ ഒരാളെങ്കിലും, 1000 പേരിൽ ഒരാളെങ്കിലും ഭഗവാനെ തിരിച്ചറിയുന്ന ആളുണ്ടായിരിക്കും. അതായത് ഈ 1000 പേരിൽ ഒരാൾക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. 99% ആൾക്കാരും ആ യോഗ്യതയെ തേടി പോവാറില്ല, ആ യോഗ്യതയെ നേടിയെടുക്കാറുമില്ല. അവിടെ വരുന്ന പരാജയം, അവിടെ വരുന്ന വേദന, അവിടെ വരുന്ന ശാപം അവർ ജന്മജന്മാന്തരങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. ഇതറിയാത്ത ആൾക്കാരൊന്നുമില്ല, ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നുമില്ല. മനസ്സിലാക്കിയ ആൾക്കാർ, അനുഭവിച്ചറിഞ്ഞ ആൾക്കാർ മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും അവരത് നല്ല രീതിയിൽ എടുക്കണം എന്നുമില്ല. അപ്പം ഈശ്വരന് ഇഷ്ടമുള്ളത് ഏത്, ഈശ്വരന് ഇഷ്ടമില്ലാത്തത് ഏത്, നമ്മൾക്ക് വേണ്ടത് എന്താണ് എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഓരോ നിമിഷത്തെയും ചിന്തയും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും. അത് ഏത് വ്യക്തിയിൽ ഉണ്ടാകുന്നുവോ ആ വ്യക്തി വളരും, ഉയരും, സമൂഹത്തിന് നന്മ ചെയ്യും. ഒരുപാട് ഭാഗ്യം അവരിലൂടെ അവർ മറ്റുള്ള ആൾക്കാർക്കും കൊടുക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തനിക്കതിന് യോഗ്യത നേടുക എന്നതാണ്. യോഗ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ച്, യോഗ്യതയില്ലെങ്കിൽ യോഗ്യത നേടിയിരിക്കണം. തൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും മറച്ചു പിടിച്ച് മറ്റുള്ളവരിൽ വേദനയും ചൊരിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും ഇന്നോളം രക്ഷപ്പെട്ടിട്ടില്ല, ഇനിയൊട്ട് രക്ഷപ്പെടാനും പോകുന്നില്ല.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. അത് കാരണം കിട്ടുന്ന മഹാഭാഗ്യം നഷ്ടപ്പെടുത്തി മറ്റുള്ളവരെയും വേദനിപ്പിച്ച് താനെ ആരോ കേമനാണെന്നുള്ളത് വരുത്തി തീർത്ത് മുന്നോട്ട് പോകുന്ന എല്ലാ ആൾക്കാർക്കും പടുകുഴിയല്ലാതെ വേറെ ഒന്നുമേ ഉണ്ടാകില്ല. ഇത് ഭഗവാന്റെ വിധിയാണ്. ഇത് ഭഗവാൻ കൊടുക്കുന്ന സംഭവങ്ങളാണ്. ഭഗവാന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തേ പറ്റുള്ളൂ. അത് എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അതുപോലെ തന്നെ കനിവും അലിവും ഇതെല്ലാം വേണം. എല്ലാവർക്കും ഇതുണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് തന്നെയാണ്. അതിനെ വളർത്തിയെടുക്കുക, ഉയർത്തിയെടുക്കുക, ഒരുപാട് ഭാഗ്യം നേടിയെടുക്കുക. ഭഗവാന് കൊടുക്കാൻ കഴിയും, നമ്മൾക്ക് എടുക്കാനും കഴിയും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു.